നമ്മുടെ കൈപ്പത്തിയിലോട്ട് വരുന്ന തരിപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു കോമൺ കോസാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നുള്ളത്. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ റിസ്റ്റിൽ ഒരു കാർപ്പൽ ടണൽ എന്ന് പറഞ്ഞ ഒരു ടണലുണ്ട്. അത് വഴിയാണ് മീഡിയൻ നെർവ് എന്ന് പറഞ്ഞ നെർവ് നമ്മുടെ കയ്യിലോട്ട് വരുന്നത്. ആ ടണലിൽ വെച്ച് മീഡിയൻ നെർവിന് കംപ്രഷൻ വരുമ്പോഴാണ് നമുക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പല കോസസ് ഉണ്ട്. ചിലർക്ക് പ്രഗ്നൻസി ടൈമിൽ വരാം, അതേപോലെ വാദമുള്ളവരിൽ വരാം, ഡയബറ്റീസ് ഉള്ളവരിൽ വരാം, ഇനി റിപ്പീറ്റഡ് ആയിട്ട് കമ്പ്യൂട്ടറും മറ്റും യൂസ് ചെയ്യുന്നവരിൽ വരാം. അങ്ങനെ ഒരുപാട് ടൈപ്പ് കോസസ് നമ്മുടെ കാർപ്പൽ ടണലിനുണ്ട്. പക്ഷേ ഇതിലെല്ലാം വരുന്നത് ആ ടണലിനകത്ത് വെച്ച് നെർവിന് കംപ്രഷൻ വരികയും അതുമൂലം നെർവിന് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുകയും ചെയ്യണതിനാണ് നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടോ എന്ന് വീട്ടിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ചെറിയ 2 ടെസ്റ്റും കൂടെ ഞാനിപ്പോൾ പറയാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈ ഇതേപോലെ ഒരു 90 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലോട്ടുള്ള തരിപ്പ് കൂടുന്നുണ്ടെങ്കിൽ അത് കാർപ്പൽ ടണൽ ആവാനുള്ള ചാൻസസ് ഹയർ ആണ്. അങ്ങനെയാണെന്ന് നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ചെറിയൊരു ടെസ്റ്റ് ചെയ്ത് ഡോക്ടർക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ ചെറിയ എക്സസൈസും കാര്യങ്ങളും വെച്ച് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം. ഇനി അത് കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കേണ്ടതായിരിക്കും. കുറച്ചും കൂടി അഡ്വാൻസ് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഹൈഡ്രോ ഡയലേഷനും ചെറിയൊരു അൾട്രാസൗണ്ട് ഗൈഡഡ് റിലീസ് പോലത്തെ മൈന്യൂട്ട് പ്രൊസീജിയേഴ്സിൽ കൂടെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാം. ഇത് നമ്മൾ അറ്റ് ദ ഏർലിയസ്റ്റ് ട്രീറ്റ് ചെയ്യണം. കാരണം ഇത് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിത് ട്രീറ്റ് ചെയ്യാനുള്ളത് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻസ് വരികയും അതേപോലെ തന്നെ സർജറി വരെ ആവശ്യം വരികയും ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വെച്ചിരിക്കാതെ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾ ഈ സിംറ്റം ഉണ്ടെങ്കിൽ അതൊന്ന് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക.